കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം, സേഫ് സൈനുദ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന്, സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം, വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. തൗഫീഖ്, കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇത്ര നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകും, അല്ലെങ്കിൽ വോട്ടെടുപ്പ് തീയതി തീരുമാനിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിന്റെ അങ്കലാപ്പ് മുന്നണികൾക്കുമുണ്ട്. ഒപ്പം കേരളത്തിനൊപ്പം മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അതൊന്ന് വിശദീകരിക്കാമോ? അജിൽസി, 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ പ്രഖ്യാപിച്ചത്. ഇന്നോ നാളെയുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വിവരം വന്നത്. എന്നാൽ ഇന്ന് വൈകുന്നേരം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാം എന്ന തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇന്ന് വൈകുന്നേരം തന്നെ തീയതി ഡിക്ലെയർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കമ്മീഷൻ എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ദിവ്യ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ കുറച്ചുകൂടി വൈകിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മുന്നണികൾ ഉള്ളത്. എന്നാൽ വളരെ വേഗം 9-ാം തീയതി എന്നുള്ളൊരു തീയതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയായിരുന്നു. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അസമിലും പുതുച്ചേരിയുമാണ്. ഈ 3 ഇടങ്ങളിലും 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മറ്റ് 2 സംസ്ഥാനങ്ങളിലും, അതായത് ബംഗാളിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും 23-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ബംഗാളിൽ ഇത്തവണ 2 ഘട്ടം മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ തവണ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 8 ഘട്ടമായിട്ടായിരുന്നു. ആ 8 ഘട്ടത്തിൽ നിന്നാണ് 2 ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ അതിന്റെ ഘട്ടം കുറച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കമ്മീഷൻ ബംഗാൾ സന്ദർശിച്ചപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യവും അതുതന്നെയായിരുന്നു. 8 ഘട്ടത്തിലേക്ക് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നീട്ടരുത്, പകരം ചുരുക്കണം, 3-4 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് 2 ഘട്ടമായിട്ട് നടത്തി അത് പൂർണ്ണമാക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വലിയ സംഘർഷങ്ങൾ ഉൾപ്പെടെ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്നുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കുറക്കണമെന്നുള്ളൊരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. അത് കമ്മീഷൻ അംഗീകരിക്കുകയും അവർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൊണ്ട് 2 ഘട്ടത്തിലേക്ക് അത് എത്തിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് അസമാണ്. അസമിൽ നമ്മൾ അറിയാവുന്നതുപോലെ അസമിൽ ഇത്തവണ SIR അല്ലായിരുന്നു നടന്നത്, പകരം അവിടെ ഒരു റിവിഷൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായത്. കാരണം അവിടെ NRCയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയകൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ അസമിൽ SIR നടത്താൻ സാധിക്കില്ല, പകരം ഒരു റിവിഷനിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഒരു റിവിഷൻ നടത്തിയത്. അതുകൊണ്ട് SIR പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്നത്. SIRയുമായി ബന്ധപ്പെട്ട ഒരു വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടത്താൻ പൂർണ്ണമായി സജ്ജമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കും. കേന്ദ്ര സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ച ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അർദ്ധസൈനിക സേന ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വിന്യസിക്കാനുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കമ്മീഷൻ ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. അതോടൊപ്പം തന്നെ SIRയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി കമ്മീഷന് മുന്നിലെത്തിയിരുന്നു. എന്നാൽ അതിന് വലിയ ആത്മവിശ്വാസത്തോടെ കൂടിയായിരുന്നു ജ്ഞാനേഷ് കുമാർ അതിനെ നേരിട്ടത്. SIR നടപ്പാക്കിയത് അത് ജനാധിപത്യത്തിന് വേണ്ടിയായിരുന്നു, നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയാണ് SIR നടപ്പാക്കിയത്. അതല്ലാതെ പുറത്തു പറയുന്നത് പോലെ അതിലേതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ തങ്ങൾക്ക് അതിനകത്തില്ല എന്നുള്ള തരത്തിലായിരുന്നു ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തു കൊണ്ടൊരു മറുപടി ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബംഗാളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ജ്ഞാനേഷ് കുമാറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതുമില്ല. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകാതെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവസാനിപ്പിക്കാനായിട്ടാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ വോട്ടെടുപ്പിൽ പുതിയ കുറച്ചുകൂടി സംവിധാനങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു. അത് പോളിംഗ് ബൂത്തിലും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെല്ലാം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണത്തെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി.